അമ്മ ഭരണസമിതിയിൽ തിരഞ്ഞെടുപ്പ് അത് വല്ലാത്തൊരു രീതിയിലേക്കൊക്കെ പോവുകയാണ് അല്ലേ? അപ്പോൾ ഈ മത്സരിക്കുന്ന നടന്മാരുടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഇപ്പോൾ പോലീസിലും പരാതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജയൻ ചേർത്തലയും നാസർ ലത്തീഫുമാണ് പരാതിയുമായി സൈബർ പോലീസിനെ സമീപിച്ചത്. 1 വർഷം മുൻപ് ജയൻ ചേർത്തലയ്ക്ക് അയച്ച ശബ്ദ സന്ദേശം ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു എന്നാണ് നാസർ ലത്തീഫിന്റെ പരാതി. ഞാൻ എൻ്റെ സ്വന്തം സഹോദരനായി കരുതുന്ന ജയൻ ചേർത്തല, എൻ്റെ ഒരു സുഹൃത്തും വളരെ അടുത്ത ഒരു സഹപാഠിയുമായി ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് സൂക്ഷിക്കുന്ന ജയൻ ചേർത്തലയ്ക്ക് ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ ഏതോ ഒരു മാനസികാവസ്ഥ വിഷമത്തിൽ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ എടുത്ത് വലിയ രീതിയിൽ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് പുറത്തേക്ക് ഇറക്കി. എന്തിനാണിത്? ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അങ്ങനെ ഇറക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്രയേ ക്ലിപ്സ് ഇരിപ്പുണ്ട്. ഞാൻ അതൊക്കെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളാവും അമ്മയ്ക്കകത്ത്. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. ഇതൊക്കെ വിശ്വാസവഞ്ചന. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. വിശ്വാസവഞ്ചനയാണ്. എന്നാൽ ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചത് താനല്ലെന്നും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണമെന്നുമാണ് ജയൻ ചേർത്തലയുടെ പരാതി. വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന നാസർ ലത്തീഫിക്കയുടെ ശബ്ദത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയുണ്ടായി. ഇത് സത്യം പറയുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് നിരപരാധിയാണ്. ഞാനിത് ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് വൈറലാക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ എൻ്റെ മൊബൈലിൽ ആ ക്ലിപ്പില്ല. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്യാണ്, ഞാൻ ആ വൃത്തികേട് ഞാൻ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അയച്ചു തന്ന നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും അതാരാണ് അപ്ലോഡ് ചെയ്തതെന്നുള്ളത്. അതറിയാൻ സാധിക്കുമല്ലോ ടെക്നിക്കൽ പരമായിട്ട്. പക്ഷേ ഞാനിതിട്ടു, ഞാനാണിത് വൈറലാക്കിയതെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ആരോപണം വരുന്നുണ്ട്. പലരും എന്നോട് സംശയത്തിൻ്റെ പേര് ചോദിച്ചു. അത് വളരെ ദുഃഖകരമാണ്. രണ്ടുപേരും പരസ്പരം ആരോപണം ഉന്നയിച്ചത് അമ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. സഹിൻ ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ അമ്മയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം മുൻപൊങ്ങമില്ലാത്ത വട്ടം സ്ഥാനാർത്ഥികൾ വരുന്നു, അതിലേക്ക് മത്സരിക്കാനായി താരങ്ങൾ വരുന്നു, പിന്നീട് താരങ്ങൾ കൂട്ടത്തോടെ പിന്മാറുന്നു. അതിന് പിന്നാലെ പല ആരോപണങ്ങളാണ്. ഇന്നലെ കുക്കു പരമേശ്വരനെതിരെ പൊന്നമ്മ ബാബു ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു. അതിനു മുൻപ് ഈ അൻസിബ പോലീസിൽ പരാതിപ്പെടുന്നത് കണ്ടു. ഇപ്പോൾ ജയൻ ചേർത്തലയും നാസർ ലത്തീഫും. ഇതെന്താണ് ഈ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലം എന്താണ് സഹിൻ? സേതു, അതായത് ഈ ഒരു കൂട്ടയടിയാണ് ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ, പഴയ ഓഡിയോകളെടുത്ത് പുറത്തിടുക, അത് താനല്ല ചെയ്തതെന്ന് പറയുക, ഇന്നാളാണ് ചെയ്തതെന്ന് പറയുക, ഇതൊക്കെ ഏറ്റവും ഒടുവിൽ പോയി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ളതാണ് ഏറെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ജയൻ ചേർത്തലയും നാസർ ലത്തീഫും ഒരുമിച്ചാണ് ഇന്നലെ കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയത്. നമ്മൾ ആ ഫോട്ടോയാണ് പുറത്തുവിട്ടത്. ഇരുവരും ഒരുമിച്ച് നിന്ന് 2 പരാതികൾ കൊടുക്കുന്നു. നാസർ ലത്തീഫ് തൻ്റെ ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തുപോയത് അന്വേഷിക്കണമെന്നും അത് ആരാണെന്ന് കണ്ടെത്തണമെന്നുമാണ് നാസർ ലത്തീഫിൻ്റെ ആവശ്യം. അതിൽ ജയൻ ചേർത്തലയ്ക്ക് അടക്കം താൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ആ പരാതിയിൽ തന്നെ പറയുന്നു. അതായത് ജയൻ ചേർത്തലയെ സമീപത്ത് ഇരുത്തിക്കൊണ്ടാണ് നാസർ ലത്തീഫ് ഇത്തരത്തിലൊരു പരാതി കൊടുക്കുന്നത്. തൊട്ട് ഉടനെ തന്നെ ജയൻ ചേർത്തലയും ഒരു പരാതി കൊടുക്കുന്നു. താനല്ല ഈ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത്, അത് പ്രചരിപ്പിച്ചത് അമ്മയിലെ തന്നെ മറ്റു താരങ്ങളാണ്, അവരെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജയൻ ചേർത്തലയും പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇതിപ്പോൾ അവസാനം ഈ കളി എത്തി നിൽക്കുന്നത് പോലീസിൻ്റെ അടുത്താണ്. പോലീസ് എന്തായാലും ഇത് കാര്യമായ ഒരു അന്വേഷണം നടക്കും. ഈ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച ആൾക്കെതിരെ കേസ് വരും. ആ രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. അമ്മ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു രസകരമായ സംഭവമായി മാറുകയും ഒപ്പം തന്നെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടമായ ആളുകൾ മത്സരിക്കാൻ വരുന്നു, പിന്നീട് ഒരു കൂട്ടമായി തിരിച്ചു പോകുന്നു. അതിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും വരുന്നു. സേതു, ശരി സഹിൻ, ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു കൂട്ടടിയിലേക്കാണോ എന്നൊരു സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളൊക്കെ നൽകിയത്.